ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ 2-3 ദിവസം കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് വീഡിയോ ആയിരുന്നു. ഷൂട്ടിന് പോയപ്പോൾ കുറച്ചായിട്ട് എടുത്ത കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിച്ചേർത്ത് ഒന്ന് യൂട്യൂബിലും കൂടി പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞങ്ങൾ സുകന്യാസ് മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലറിൻ്റെയാണ് കേട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നത്. ചേച്ചീൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾ ഒരുക്കിയത്. രാവിലെ തന്നെ അവിടെ എത്തി. പിന്നെ നല്ല രീതിക്ക് എന്താ പറയുക, എനിക്ക് അത്രയും ലൈഫിൽ എന്നും ഓർക്കാൻ പാകത്തിലുള്ള ഒരു മൊമെൻ്റ് തന്നെയായിരുന്നു. കാരണം ലൈഫിൽ ഈ 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഒരുക്കം, ഒരു വെഡ്ഡിങ് ലുക്ക് എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊക്കെ വലിയൊരു സംഭവം തന്നെയായിരുന്നു. എല്ലാവരുടെ അഭിപ്രായങ്ങളും, കാരണം കണ്ടു കഴിഞ്ഞപ്പോൾ ഫോട്ടോ ഒക്കെ അയച്ച് കൊടുത്തപ്പോൾ അടിപൊളി ഉണ്ടച്ചു. കുറേ ആൾക്കാർ ചോദിക്കണം കല്യാണമാണോ എന്ന് അറിയാത്തവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. കാരണം അത്രത്തോളം എന്നെ ഭംഗിയാക്കി, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഞാൻ 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രെയിമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ, അതുകൊണ്ട്. അപ്പോൾ എനിക്ക് ഇതുപോലത്തെ ആഗ്രഹങ്ങൾ മുമ്പേ ചെറുതായിട്ടുണ്ട്. കാരണം എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പിന്നെ ഒരാൾ ഒരുങ്ങിയിട്ടൊക്കെ ഇടുന്ന കാണുമ്പം അയ്യോ നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്നൊരു ചിന്തയായിരുന്നു. കാരണം അതിന് മാത്രമുള്ള ഇതില്ല, എന്താ പറയുക, ഇതിനായിട്ടൊക്കെ ഇറങ്ങിച്ചെല്ലാൻ ഒരുപാട് പരിമിതികളും കാര്യങ്ങളും ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ നമ്മുടെ തിരക്കുകൾക്കിടയിൽ ഇതൊക്കെ പറ്റുമോ എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് സുകന്യാസ് മേക്ക് ഓവർ സുകന്യേച്ചി നന്നായിട്ട് എനിക്കത് ഒരുക്കി തന്നു, എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അതിരാവിലെ തന്നെ നമ്മൾ അവിടെ എത്തി. കുറേ ടൈം എടുത്ത് നമ്മൾ ഒരുങ്ങി അത്രയും പെർഫെക്റ്റ് ആയിട്ട്. അതുപോലെ ക്യാമറാമാൻ്റെ അടുത്ത് പറയേണ്ടായിരുന്നു, സജീവ്, അവനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. എഡിറ്റിങ്ങും കാര്യമൊക്കെ സൂപ്പറായിരുന്നു. ഫോട്ടോസൊക്കെ ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യുന്നത് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണല്ലോ അല്ലേ, ഒരുങ്ങി കഴിഞ്ഞിട്ട് നമ്മളെ ആ ഒരു ഭംഗി കൊള്ളാമെന്ന് പറയുന്ന കേൾക്കുമ്പോഴാണ് നമുക്കൊരു, അതുപോലെ തന്നെ അത് ഒരുക്കിയവരും അല്ലേ, ആരാ ഒരുക്കിയെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് വേറെ തന്നെയാണ്. അപ്പോൾ പിന്നെന്താ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ, ഞങ്ങൾ കുറേ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് വെയിലും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് അവിടുന്ന് വീട്ടിൻ്റെ അകത്തുനിന്ന് തന്നെയായിരുന്നു കുറേ ഷൂട്ടും കാര്യമൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് വെയിലൊന്ന് താണ ശേഷം നമ്മൾ പുറത്തൊക്കെ പോയി. ഇതൊക്കെ പുറത്താണ് കേട്ടോ, അവരുടെ വീടിൻ്റെ കുറേ റോഡ് സൈഡിലുള്ള പുല്ലും ചെറിയ അവിടെ നിന്നൊക്കെ കുറച്ച് ഷോട്ടൊക്കെ എടുത്തു. എനിക്കെന്താണെന്നറിയോ, അത്ര ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ടെന്നൊക്കെ പറയുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലൊക്കെ ചെറിയ ആഗ്രഹങ്ങൾ ഉള്ളവർ പെട്ടെന്ന് തന്നെ അതൊക്കെ അങ്ങോട്ട് തീർക്കുക അല്ലേ, ഇതൊക്കെ നമുക്ക് സാധിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം എനിക്കെന്തായാലും എൻ്റെ ഈ ഒരു ലുക്ക് ഇത്രയും ഭംഗിയാക്കി തന്ന സുകന്യേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഈ സാരിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞവരോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലൊക്കെയുള്ള ചെറിയ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഇനിയും കുറച്ച് ആഗ്രഹങ്ങളൊക്കെ എനിക്കുണ്ട്, അതൊക്കെ സാധിക്കുമോ നോക്കാം. എന്തായാലും നല്ലൊരു വീഡിയോയുമായി നാളെ കാണുന്നവരേക്കും ടാറ്റാ.